الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين صدق الله العلي العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമുക്ക് ആഘോഷിക്കാൻ നാഥൻ കനിഞ്ഞു നൽകിയ ഒരു ദിനത്തിന്റെ സന്തോഷവേളയാകുന്ന ഈദുൽ ഫിത്തറിലെ ഏറ്റവും ശ്രേഷ്ഠവും ഹൃദ്യവുമായ നമസ്കാരത്തിന്റെ മുസല്ലയിൽ പൊതു ഇടത്ത് നാം ഒത്തുചേർന്നിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ, അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ നാമത്തെ വാഴ്ത്തി അവന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടാൻ തയ്യാറാണെന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് ശവ്വാലിന്റെ അമ്പിളിക്കീറ് ആകാശത്ത് പ്രകടമായതിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ വിശ്വാസികളുള്ളത്. അതിന്റെ പ്രകടമായ ഭാവമാണ് ഈ തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് അവൻ ഈ മാർഗത്തിൽ നമ്മെ മാർഗദർശനം ചെയ്ത് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാ സ്തുതിയും അവന് അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ ഇങ്ങനെ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിനത്തിൽ നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തതിന്റെ ഫലമായി, അവൻ ഈ മാർഗത്തിൽ നിങ്ങളെ നയിച്ചതിന്റെ, ഈ വഴിയെ നിങ്ങളെ നടത്തിയതിന്റെ ഫലമായി അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ള ദാസന്മാരായിട്ട്, അവന്റെ കൽപ്പനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന നന്ദിയുള്ള ദാസന്മാരായി തീരുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇന്നേ ദിനത്തിൽ നാം സംഗമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയ തീരുമാനങ്ങളുണ്ട്, ഉറച്ച ബോധ്യങ്ങളുണ്ട്. അതൊരു തിരിച്ചറിവിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രഖ്യാപനമാണ്. ആ തിരിച്ചറിവിന്റെ മർമ്മം മനുഷ്യർക്ക്, മാലോകർക്ക് മാർഗദർശനമായി അല്ലാഹു വിശുദ്ധ വേദഗ്രന്ഥം നൽകിയ ആ ഗ്രന്ഥം നമുക്ക് ലഭ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാന കാലയളവിലൂടെ നേടിയെടുത്ത ഖുർആനിന്റെ പാഠങ്ങളെ, അതിന്റെ ഉള്ളടക്കങ്ങളെ കേവലം അറിവിനപ്പുറത്ത് നാം നേടിയെടുത്ത തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായ ഇൽമുൽ യഖീൻ, ഉറച്ച അറിവിന്റെ ബലത്തിലാണ് നമ്മുടെ പ്രഖ്യാപനം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, നീയാണ് വലിയവൻ. ഈ ഭൗതികതയുടെ മായാലോകത്തിനപ്പുറത്ത്
ഇതിന്റെ അയഥാർത്ഥങ്ങൾക്കപ്പുറത്ത്, ഇതിന്റെ ക്ഷണികതക്കപ്പുറത്ത് കൃത്യതയുള്ള ആ തീരുമാനത്തെ, ആ വസ്തുതയെ, ആ യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ട് ഞാനിതാ നിന്റെ മാർഗത്തിൽ, ഈ വഴിയിൽ നിനക്ക് വഴിപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് യാ ഖൗമി, അല്ലയോ ജനങ്ങളെ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തി ദുനിയ മതാഉൻ, നിശ്ചയം ഈ ദുനിയാവ്, ഭൗതികമായ ഈ ദുനിയാവുണ്ടല്ലോ, അത് കേവലം വിഭവങ്ങൾ മാത്രമാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പാരത്രികമായ ജീവിതമാണ് ശാശ്വതമായ ഇടം. അപ്പോൾ ഈ ഭൗതികതക്കപ്പുറത്തുള്ള ആ ശരിയായ തിരിച്ചറിവിന്റെ പാഠം ഊട്ടിയുറപ്പിക്കാൻ ഈ നിലങ്ങളിൽ അതിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനം. പിന്നെയും നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹുവല്ലാതെ ഇലാഹില്ലെന്നും അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നും പ്രഖ്യാപനമായി പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠത്തിലെ ഒരുപാട് പാഠങ്ങൾ ഒന്ന് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സൂറ അൻആമിലെ 82-ാം വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവർ, ഈമാനുൽ യഖീൻ, ഉറച്ച ഈമാനുള്ളവർ, വലം യൽബിസു ഈമാനഹും ബിദുൽം, അവർ ഒരിക്കലും ശിർക്ക് കലർന്ന ചിന്താധാരയുടെ വക്താക്കളല്ല. ശിർക്കൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ലാതെ, ശിർക്കിന്റെ അംശലേശമില്ലാതെ പൂർണ്ണമായും അല്ലാഹുവിനെ വഴിപ്പെട്ട് ആ വിശ്വാസം ഉറപ്പിച്ച ആളുകൾ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് കേട്ടോ നിർഭയത്വം, അവർക്കാണ് സമാധാനം, അവരാണ് ശരിയായ മാർഗദർശനം സ്വീകരിച്ചവർ, ഉൾക്കൊണ്ടവർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ മാർഗത്തിൽ ആയതിനാൽ അവനല്ലാതെ മറ്റൊരു ഇലാഹിൽ ഉറച്ച പ്രഖ്യാപനത്തോടെ വീണ്ടും നമ്മൾ ഉറക്കെ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സർവോപരി ഈ വഴിയിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയത് മുഖേന, വിശുദ്ധ ഖുർആൻ വന്നു കിട്ടിയതിൽ സന്തോഷിക്കുന്ന ആളുകളായിക്കൊണ്ട് വീണ്ടും നമ്മൾ അവസാനമായിട്ട് ആ തക്ബീർ ധ്വനികളുടെ ഒടുവിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്തിനാണ് ഈ സ്തുതി? ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞേക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് ഇതാ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ വന്നു കിട്ടിയിരിക്കുന്നു. അതിന്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു മാസക്കാലം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ആ സന്തോഷത്തിന്റെ സ്തുതി കീർത്തനമാണ് വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിന്റെ നാമങ്ങൾ വാഴ്ത്തപ്പെടട്ടെ, സർവസ്തുതിയും അവനാകുന്നുവെന്ന്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയ ഒരു തീരുമാനമുണ്ട്, വലിയ നിലപാടുകളുണ്ട്. ഉറച്ച നിലപാട് തറയുന്നതുകൊണ്ട് ഈ തക്ബീറുകൾ മുഴക്കാൻ കഴിയുന്നിടത്താണ് മനസ്സ് സന്തോഷം കൊണ്ട് ആറാടുക. അവിടെയാണ് നമ്മുടെ മനസ്സ് ആനന്ദ തുന്തിലമാവുക. കേവലം ഒരു ദിക്റിനപ്പുറത്ത് ഈ പ്രഖ്യാപനങ്ങൾ ഉറച്ച തീരുമാനങ്ങളായി മാറുന്ന, പുതിയ പ്രതിജ്ഞകളായി മാറുന്ന, ഇനിയുള്ള കാലത്ത് ഈ മാർഗത്തിൽ തമ്പുരാൻ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഉറച്ച പ്രഖ്യാപനങ്ങളായി നമ്മുടെ തക്ബീറുകൾ മാറുന്നിടത്ത് ഓരോ പെരുന്നാൾ സംഗമങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിക്കും. ഉറച്ച വിശ്വാസികൾ മണ്ണിൽ കാലുനി നിൽക്കും. അള്ളാഹുമായി അടുപ്പം സ്ഥാപിച്ച, തന്റെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയ, അങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയുമായി തമ്പുരാനിൽ കൂടുതൽ അടുത്ത, അള്ളാഹുവിന്റെ സാമീപ്യം ഹൃദയത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞ, അങ്ങനെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥക്ക്, അള്ളാഹു വെച്ച നിയമവ്യവസ്ഥ, ഹുദൂദുല്ലാഹ്, തമ്പുരാൻ വെച്ച കള്ളികോളങ്ങൾ, ശറഈ ഹുക്കുമുകൾ, മതവിധികൾ, വിശുദ്ധ ഖുർആൻ നൽകുന്ന അവാമിറുല്ലാഹി വനവാഹീഹി, അവൻ കൽപ്പിച്ച കൽപ്പനകളും വിരോധിച്ച വിരോധങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നേരെ ചൊവ്വേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള കരുത്ത് ആർജിച്ചെടുത്തു എന്ന ഉറച്ച പ്രഖ്യാപനത്തിന്റെ ഒടുവിൽ വിശ്വാസി സന്തോഷം കൊണ്ട് പറയുന്ന തക്ബീറുകളാണ് സഹോദരന്മാരെ. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ ഈദ്ഗാഹിൽ നമസ്കാരം ആരംഭിക്കും വരെ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഈ ദിവസങ്ങളിൽ ബാക്കിയുള്ള സമയമത്രയും നമ്മൾ നടത്തുന്ന പ്രഖ്യാപനം കൃത്യമായിട്ട് അറിയണം. സന്തോഷം കൊണ്ട് തന്നെയാണ്. എന്താണ് ഈ സന്തോഷത്തിന്റെ മാനം? ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ, അങ്ങനെ ആ ചൂടുകാലത്ത് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ, ആ ഈത്തപ്പഴത്തിന്റെ മധുരവും ആ വെള്ളത്തിന്റെ തണുപ്പങ്ങ് ത്രസിക്കുമ്പോൾ ആ രസമുകുളങ്ങൾ നിങ്ങളുടെ നാടി ഞരമ്പുകളെ വല്ലാത്ത അളവിൽ ആനന്ദ തുന്തിലമാക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയില്ലേ, ലിസ്സാഹിബി ഫർഹത്താൻ, നോമ്പുകാരന്റെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ട്. അതിൽ ഒന്ന് ഇദുൽ ഫിത്ർ, നോമ്പ് തുറക്കുന്ന വേള അനുഭവിക്കുന്ന ഈ അനുഭൂതിയാണ്. ആ
അനുഭൂതി ആസ്വദിച്ചവരാണ് നമ്മൾ എങ്കിൽ രണ്ടാമത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. തമ്പുരാനെ കണ്ടുമുട്ടുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, നമ്മുടെ വാക്കുകൾക്ക് അതീതമായി നമ്മുടെ അനുഭവങ്ങളെ വരച്ചിടാൻ കഴിയാത്തത്ര നമ്മുടെ ഭാഷ നിസ്സഹായമായി പോകുന്ന ഒരു സന്തോഷമുണ്ട് കൂട്ടരെ. ആ സന്തോഷത്തെ മുമ്പിൽ കാണുക. അങ്ങനെ തമ്പുരാനുമായി കണ്ടുമുട്ടുന്ന ആ വേളയെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക. അങ്ങനെ സ്വർഗം സ്വപ്നം കാണുന്ന, നാഥനുമായുള്ള സമാഗമത്തെ സ്വപ്നം കാണുന്ന, അങ്ങനെ തമ്പുരാൻ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അഭിശപ്ത നിമിഷങ്ങളെ വിശുദ്ധ റമദാനിന്റെ പാപമോചനത്തിന്റെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അവനിലേക്ക് തിരിച്ചു ചെന്ന് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ പ്രതിജ്ഞയെടുത്ത് അവന്റെ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തോട് ചേർത്ത് നിർത്തി അവന്റെ അനിഷ്ടങ്ങളെ തന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിന്റെ പരിധിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തി തമ്പുരാന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലെ വിജയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീ നിർവഹിച്ച ആ ആരാധനാദി മേഖലയിലെ കരുത്തുറ്റ പ്രവർത്തനത്തിന്റെ ഒടുവിൽ നിന്റെ തീരുമാനങ്ങൾ അങ്ങനെ ഉറച്ചതായപ്പോൾ ഞാൻ നിന്റെ വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നിരിക്കുന്നു. നിന്റെ കർമ്മ പുസ്തകത്തിൽ ഇല്ല കേട്ടോ പലതും, നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട പലതും ഇപ്പോൾ ആ കർമ്മ പുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് നിനക്ക് സന്തോഷത്തോടുകൂടി തമ്പുരാന്റെ അടുക്കലേക്ക് പോകാം, നിന്റെ സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ചേർത്ത് നിർത്തി ഈ പാപമോചനത്തിന് ഒടുവിൽ തമ്പുരാന്റെ ഔദാര്യത്താൽ അവന്റെ സ്വർഗത്തിലേക്ക് ഇടം നൽകുന്ന സന്തോഷത്തിന്റെ വേളയെ നിങ്ങൾ സ്വപ്നം കാണുക. അത്തരം ഒരു സ്വപ്നത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. സ്വപ്നങ്ങൾ ഉണ്ടാവണം നമുക്ക്. ആ സ്വപ്നങ്ങൾ ഇഹലോകത്തെ കുടുസിനപ്പുറത്ത് പരലോകത്തിന്റെ വിശാലതയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ട് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ വിശാലമായ പരലോകത്തെ, വിശാലമായ സ്വർഗത്തിനകത്ത് ഒരു ഇടം കിട്ടുന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കരുത്താർജിക്കുന്ന ഒരു വിഭാഗത്തെ മണ്ണിൽ സംവിധാനിക്കാൻ ഈ റമദാനിന് ശേഷമുള്ള പെരുന്നാൾ ദിനത്തിലെ പ്രഖ്യാപനത്തിലൂടെ അത് ഉറച്ച തീരുമാനമായിട്ട് പ്രഖ്യാപിക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് ദീന് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സഹോദരന്മാരെ, റമദാന്റെ സന്ദേശം നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് ഇനിയും തുടരുക എന്നതാണ്. വ്രതാനുഷ്ഠാനം നമ്മിൽ നിന്ന് നിർബന്ധമായ വ്രതാനുഷ്ഠാനം മാറി നിന്നു. ഇനി ഐച്ഛികമായ വ്രതാനുഷ്ഠാനങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന തിങ്കൾ വ്യാഴം നോമ്പുകൾ എടുക്കാം, മാസത്തിൽ അയ്യാമുൽ ബീദിലെ ദിനങ്ങൾ നോമ്പെടുക്കാം. അപ്പൊ നിർബന്ധമായ വ്രതാനുഷ്ഠാനം മാറി നിൽക്കുകയും എന്നാൽ തമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിച്ച ഒരു മാസക്കാലത്തെ ഇസ്ലാമിക ജീവിതത്തിന്റെ ചൈതന്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തുടരുകയും ചെയ്ത വിശ്വാസികൾ അവരാണ് നേടുന്നവർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറ അസ്-സുമറിൽ അല്ലാഹുവിന് പൂർണ്ണമായി നിഷ്കളങ്കനായി വിധേയപ്പെട്ടുകൊണ്ട് തമ്പുരാന്റെ കൽപ്പനക്ക് നീ വഴിപ്പെടുക, അല്ലാഹുവിന് വഴിപ്പെടുക. അറിയണം, കലർപ്പില്ലാത്ത സമർപ്പണം, വിധേയത്വം നിങ്ങൾ അല്ലാഹുവിന് മാത്രമേ നൽകാവൂ. നിങ്ങളുടെ ജീവിതം മുഴുക്കെ തമ്പുരാന് വഴിപ്പെടുത്തണം. സൂറ അന്നൂർ. നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും അനുസരിക്കുന്ന, അനുസരണ വിധേയത്വമുള്ള കൂട്ടരാണെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾ മാർഗദർശനത്തിലാകൂ. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ ഖത്മ തീർത്ത് പോകുന്നവർ, അങ്ങനെ ഈ റമദാനിന്റെ ഈ ഒടുവിൽ ഈ സന്തോഷത്തിന്റെ പ്രഖ്യാപനമാകുന്ന ഈദിന്റെ മൈതാനത്തിൽ നമസ്കാരവും കഴിഞ്ഞ് പിന്നീട് കെട്ടുപൊട്ടിയ പട്ടം പോലെ ജീവിതത്തിന്റെ ആ പഴയ ജാഹിലിയത്തിലേക്ക്, അജ്ഞതയിലേക്ക്, അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്ക്, അധാർമികതയിലേക്ക്, അസാൻമാർഗികതയിലേക്ക്, പൈശാചികത മാത്രം നിയന്ത്രിക്കുന്ന, സ്വന്തം ദേഹേച്ഛക്ക് മാത്രം അംഗീകാരമുള്ള അത്തരം ഒരു ജീവിതക്രമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യ, നിനക്ക് സന്തോഷിക്കാൻ അവസരമില്ലെന്ന്, നിനക്ക് നേരത്തെ പറഞ്ഞ തമ്പുരാനെ കണ്ടുമുട്ടുന്ന സന്തോഷത്തിന്റെ വേള അനുഭവവേദ്യമാകില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾ തുടരണം ഈ മാർഗത്തിൽ എന്ന ഉറച്ച ബോധവൽക്കരണമാണ് സഹോദരന്മാരെ പെരുന്നാളിന്റെ ഈ ദിനത്തിൽ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്ന പ്രഖ്യാപനം. ഒപ്പം ഈ മണ്ണിൽ ഇപ്പോൾ കാലു നിൽക്കാൻ ഇത്തിരി പ്രയാസമുള്ള കാലമാണ്. ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിന് ചൂടുകൂടി വന്ന കാലമാണ്. ഇന്ത്യൻ അവസ്ഥയിലെ സംഘപരിവാരത്തിന് മേൽക്കൈയുള്ള സാമൂഹ്യ ക്രമത്തിനകത്തൊരു മുസൽമാൻ എങ്ങനെ ജീവിച്ചു പോകുന്നതിനെ കുറിച്ച് ഇനിയും തീരുമാനങ്ങളും ചിന്തയുമില്ലാതെ പോയ ആളുകൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദീനിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ നല്ല ദാസന്മാരും ദാസികളുമായി ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞോ എങ്കിൽ നിങ്ങൾക്ക് തുടരാം. അല്ല, നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങളും സ്വാർത്ഥതകളുമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നുകൂടി പഠിപ്പിക്കുന്ന പാഠമാണ് വിശുദ്ധ ഖുർആനിന്റേത്. ബനൂ ഇസ്രായേൽ സമുദായത്തെ കുറിച്ച് ധാരാളമായി സംസാരിച്ച ഖുർആൻ നമുക്കറിയാം. ഈ റമദാനിൽ ഖത്മ തീർത്തപ്പോൾ നമ്മൾ ഒരുപാട് പേജുകളിലൂടെ കടന്നുപോയിടത്ത് ധാരാളമായിട്ട് ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രവാചകനായി മുമ്പുള്ള കാലവും പ്രവാചകനായി വന്ന ശേഷമുള്ള കാലവും സംഘപരിവാരത്തിന്റെ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് സംവിധാനത്തിന്റെ നുഖത്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ സമുദായത്തെ കടൽ കടത്തി കൊണ്ടുപോയ ശേഷമുള്ള കാലവും
40 കൊല്ലം മരുപ്പറമ്പിൽ അലയാൻ വിട്ട കാലവും ആ അലച്ചിനൊടുവിൽ പിന്നീട് താലൂത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് അള്ളാഹു വാഗ്ദാന ആ ശാം ദേശത്തെ വിശുദ്ധമായ തിരിച്ചു പിടിച്ച കാലവുമൊക്കെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് അധ്യായങ്ങൾ, 36 അധ്യായങ്ങളിലൂടെ 20 അധ്യായങ്ങളിൽ മൂസ ഫിർഔൻ സംവാദം കൃത്യമായിട്ട് ഖുർആൻ. നിങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചുവോ 3300 കൊല്ലങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു സംഭവ ചരിത്രത്തെ, ഒരു സമൂഹത്തിന്റെ വിമോചനവുമായി ബന്ധപ്പെടുത്തിയ പാഠങ്ങളെ, അവർ അനുഭവിച്ച കടുത്ത പീഡാനുഭവങ്ങളെ, ആ പീഡന പർവ്വങ്ങൾക്കുള്ളിൽ നാഥൻ അവരെ സഹായിച്ചതിനെ കുറിച്ചൊക്കെ ഈ ചരിത്രം എന്തിനാണ് ഇന്നും ഞാനും നിങ്ങളും ഇക്കഴിഞ്ഞ റമദാനിലെ ഇന്നലെ വരെ, ഇന്ന് സുബഹി നിസ്കാരത്തിന് വരെയുള്ള ഖുർആൻ പാരായണത്തിലൊക്കെ എങ്ങനെ ആവർത്തിച്ച് വായിക്കുന്നത് എങ്കിൽ അതിൽ കൃത്യമായ ഒരു പാഠമുണ്ട്. പാഠങ്ങൾ പഠിക്കാതെ പോകുന്ന മുസ്ലിം സമുദായം മണ്ണിൽ തുടരാൻ അർഹരല്ല എന്ന പാഠം പഠിക്കണം. ഈ മണ്ണിൽ കാലൂന്നണമെങ്കിൽ ഇത്തിരി തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവ് ലഭ്യമാകാതെ കേവലം ആരാധനാദി കാര്യങ്ങളും പിന്നീട് ആത്മീയതയുമായിട്ട് മാത്രം ഇത്തരം കാര്യങ്ങളെ കണ്ടുകൊണ്ട് അതിനപ്പുറത്ത് സ്വന്തം ഇച്ഛ നിയന്ത്രിക്കുന്ന വഴിയെ കയറൂരി വിട്ട കെട്ടുപൊട്ടിയ പട്ടങ്ങളെ പോലെ ജീവിക്കുന്നവർ മണ്ണിൽ കാലുറപ്പിക്കില്ല. അതുകൊണ്ട് അള്ളാഹ് അവരോട് പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ച പീഡന പറഞ്ഞുണ്ടല്ലോ, യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. നിങ്ങളിലെ ആൺതരികളെ അരുങ്കൊല ചെയ്തും നിങ്ങളെ പെൺമണികൾ മാനഹാനി അനുഭവിച്ചും ജീവിക്കേണ്ടി വന്ന ആ ഇസ്രായേൽ സമൂഹത്തിന്റെ പീഡന പർവ്വത്തിന്റെ കാലത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാ, വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്ക് പണി തന്നതാ, അള്ളാഹ് നിങ്ങൾക്ക് പണി തന്നതാ. അങ്ങനെയാണ്, അതിൽ കടുത്ത പരീക്ഷണം അള്ളാഹു നിങ്ങൾക്ക് വെച്ചതാ. അപ്പൊ അങ്ങനെ പണി കിട്ടുന്ന കാലവും ഉണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ. ഈ കടല് കടന്ന് വിമോചിതരായിട്ട് അള്ളാഹു വാഗ്ദാന ഭൂമി തിരിച്ചു പിടിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പോകാൻ തയ്യാറില്ലാതെ വന്ന ഒരു മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു. അവിടെ മരുപ്പറമ്പിൽ മന്നയും സെൽവയും ആസ്വദിച്ച് ആ ആകാശത്തിന് കീഴിൽ അള്ളാഹു നൽകിയ തണൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അക്കൂട്ടരോട് എന്റെ കൂടെ വരിൻ എന്ന് പറഞ്ഞപ്പോ ഈ കടല് പിളർന്നിട്ട് ആ കടലിന്റെ മധ്യ ഈ ശത്രു സംഘം പൂർണ്ണമായും കൊല ചെയ്യപ്പെടുന്ന ആ കൃത്യമായ കാഴ്ച, സർവോപരി മൂസയുടെ കയ്യിലെ വടി കൊണ്ട് സംഭവിച്ച അത്ഭുതം നേർക്കുനേരെ കണ്ട് ഈമാൻ ഉറക്കാതെ പോയ കൂട്ടർ. അങ്ങനെ ഒരു മുസ്ലിം സമുദായം ഉണ്ട് അവിടെ. അവർ ഇസ്ലാമിന്റെ കൂടെ തന്നെ ഉള്ളവരായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പാഠങ്ങൾ കിട്ടിയിട്ട് ഈമാൻ ഉറക്കാതെ പോയ കൂട്ടരോട് അള്ളാഹ് പറഞ്ഞു 40 കൊല്ലം അലയണം ഒരു പറമ്പിൽ. ഒരു സമുദായത്തെ അള്ളാഹു അലയാൻ വിടും. പഠിക്കേണ്ട പാഠമാണ്, ഖുർആൻ പഠിപ്പിച്ച പാഠ. ഖുർആൻ അവതീർണമായ മാസത്തിലെ ഈ പാഠം പഠിക്കാതെ പോയ മുസ്ലിം സമുദായം ഇന്ത്യൻ അവസ്ഥയിൽ അലയേണ്ടി വരും എന്നുകൂടി പഠിപ്പിക്കുന്നു. ആ അലച്ചിന് ഒടുവിലാണ് സഹോദരന്മാരെ അവർ ഷാം ദേശത്ത് അവർക്ക് അംഗീകരിച്ച് കിട്ടിയ ഭൂമി അവർക്ക് സ്വന്തമാക്കാൻ. ഇത് വല്ലാത്തൊരു പാഠമാണ് കേട്ടോ. നമ്മുടെ സമയത്തിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ആ മാർഗത്തിൽ ഇസ്ലാമിന്റെ ഉറച്ചു നിൽക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഈ ദീനിനെ മുറുകെ പിടിക്കണം. ഇസ്ലാമും മുസൽമാന്മാരുടെ വിഷയവും മുഖ്യ വിഷയമായി മാറാത്ത കാലത്തോളം, വിശുദ്ധ ഖുർആന്റെ ഊന്നലുകൾ മുഖ്യ ഊന്നലുകളായി മാറാത്ത കാലത്തോളം മുസ്ലിം സമുദായത്തിന് കരുത്താർജിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയെ കണ്ടുകൂടാ. ഇത് ഉറച്ച തീരുമാന പ്രഖ്യാപന മേഖലയും മൈതാനവുമായിട്ട് കാണണം. ഈ തക്ബീറുകൾ കേവലം തക്ബീറിന്റെ ഫദ്ലുകൾ മാത്രമായിട്ട് കണ്ടാൽ പോരാ. അത് കേവലം ദിക്റിനപ്പുറത്ത് ഉറച്ച പ്രതിജ്ഞകളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളുമായിട്ട് കാണണം. അങ്ങനെ അങ്ങ് കാണാൻ കഴിയുമ്പോൾ നമുക്ക് കരുത്താർജിക്കാൻ കഴിയും. ചോദിക്കട്ടെ, ഞാൻ എന്നോടും പിന്നീട് നിങ്ങളോടും, ഈ കരുത്ത് തുടരാൻ നമുക്ക് സാധിക്കുമോ? ഒരു സാധാരണക്കാരനായ സഹാബിയെ കേൾക്കുക. നിങ്ങൾ തിരുനബിയുടെ കാലത്ത് ജീവിച്ചവരൊക്കെ സഹാബിയുടെ ഗണത്തിൽപ്പെടുന്നതാ. ഹബീബിന്റെ ക്ലാസ് മദീന പള്ളിയിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോ സദസ്സിന്റെ പിന്നിൽ ഒരു സാധാരണക്കാരൻ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞ വർത്തമാനം ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുമ നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹം പറയാ, ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയോട് ഇങ്ങനെ ചോദിച്ചു, പ്രവാചകരെ അറായിത്ത താങ്കളുടെ ഒരു കമന്റ് വേണം എനിക്ക്. എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ കമന്റ് നിർബന്ധമാണ്. ഹബീബിന്റെ കമന്റ് എന്തായിരിക്കും നമ്മുടെ കാര്യത്തിൽ എന്ന ഒരു അഭിപ്രായത്തിന്റെ ഭാഗമായി ഹദീസ് കേൾക്കണം. അറായിത്ത, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഇദാ സ്വല്ലൈതു സ്വലവാത്തിൽ മക്തൂബാത്ത്, 5 വക്ത് നിസ്കാരം നിർബന്ധമായി ഭംഗിയായി നിർവഹിച്ചു കൊള്ളാം. വസുംതു റമളാന, റമളാനിൽ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം. ഈ 2 കാര്യം ചെയ്യാം. പിന്നെയോ ഇനി പറയുന്ന ഭാഗമാണ് അതിലെ ഊന്നൽ മേഖല. വഅഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം, അല്ലാഹ് അനുവദിച്ച
അനുവദിച്ചത് മാത്രമേ ഞാൻ എനിക്ക് അനുവദനീയമായി കാണൂ. വഹറംതുൽ ഹറാം, അല്ലാഹ് വിലക്കിയ ഹറാമാക്കില്ല ഞാൻ എനിക്ക് ഹറാമാക്കി മാറ്റുകയും ചെയ്യും. അല്ലാഹ് അനുവദിച്ചത് മാത്രം ഞാൻ ചെയ്യുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരം ഭംഗിയായി നിർവഹിച്ചും റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം നിർവഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിച്ചാൽ, ഞാൻ ആ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയാൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ? അദ്ദേഹം പറയുന്നുണ്ട്, വലം അസ്ദു അലാ ദാലിക ഷൈഅ, അതിലപ്പുറത്ത് ഒന്നും എനിക്ക് സാധ്യമല്ല കേട്ടോ. 5 വക്ത് നിസ്കാരം ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ ആ നമസ്കാരം നിർവഹിക്കുന്നവരാ. വസുംതു റമദാൻ, റമദാനിൽ നോമ്പെടുക്കാൻ നമ്മൾ നോമ്പെടുത്തിട്ട് വന്നിരിക്കുക. പക്ഷെ ഇദ്ദേഹം ഈ സാധാരണക്കാരൻ പറയുന്ന അടുത്ത നിലപാട് നമുക്ക് നിലപാടായിട്ട് മാറിയോ? അല്ലാഹ് അനുവദിച്ചത് മാത്രം ഞാൻ എനിക്ക് അനുവദനീയമാക്കി നിശ്ചയിക്കും, അല്ലാഹ് വിലക്കിയ ഒരു കാര്യം ഞാൻ ചെയ്യുകയില്ല. അങ്ങനെയെങ്കിൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ എന്നാണ്. സദസ്സ് ഈ ചോദ്യം കേട്ട് അത്ഭുതം കൂടി നിൽക്കുമ്പോ ചോദ്യകർത്താവിന്റെ വായ കൂട്ടുമുമ്പ് ഹബീബായ റസൂൽ മറുപടി നൽകി, താങ്കൾ സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗത്തിൽ പോകുന്നവർ ഉറച്ച നിലപാടുള്ളവരാ. ഉറച്ച നിലപാടു തറയിൽ തുടരുന്ന മുസൽമാന്റെ നമസ്കാരത്തിനെ വിലയുള്ളൂ. ഉറച്ച നിലപാടു തറയിൽ തുടരാൻ കഴിയുന്ന വിശ്വാസ നോമ്പിനെ വിലയുള്ളൂ. തറ നിലപാടുകാർക്ക് തുടരാൻ കഴിയില്ല എന്ന പാഠം അങ്ങനെയാണ്. ഒരു വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കാൻ അതിന്റെ മറുവശം പറയണമെന്നൊരു രീതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഉറച്ച നിലപാടുകാർക്ക് സന്തോഷിക്കാം, തറ നിലപാടുകാർക്ക് തുടരാൻ കഴിയില്ല. തറ നിലപാടുകാരും മണ്ണിൽ അനുഭവിക്കുന്ന പാഠം വളരെ കൃത്യമായിട്ട് ഖുർആൻ അടയാളപ്പെടുത്തി. നമ്മൾ റമദാനിൽ തഖ്വ ആർജിക്കാൻ ഒരു മാസക്കാലം ആ തഖ്വയെ പ്രാക്ടീസ് ചെയ്തവരാണ്. നിങ്ങൾ മുത്തഖികളായി തീരുന്നതിന് വേണ്ടിയായിരുന്നു വ്രതാനുഷ്ഠാനം. ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബു നവാഹിഹി, അതാണല്ലോ തഖ്വ. ഇംതിസാലു അവാമിരില്ല, അല്ലാഹ് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുക. വജിത്നാബു നവാഹിഹി, അവൻ അരുതെന്ന് പറഞ്ഞ വിലക്കിയ എല്ലാ അരുതായ്മകളും പാടില്ലകളുമായി പഠിപ്പിച്ചതൊക്കെ മാറ്റിവെക്കുക. അങ്ങനെ തമ്പുരാന്റെ ഇംഗിതം പാലിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാ നമ്മൾ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെച്ചവർ, ഭോഗസുഖം മാറ്റിവെച്ചവർ, അതിനപ്പുറത്ത് വിചാരത്തെയും വികാരത്തെയും കണ്ണിനെയും കാതിനെയും കടിഞ്ഞാണ്ട് പിടിച്ചവർ. അതായിരുന്നു റമദാൻ, തസ്കിയത്തിന്റെ തർബിയത്തിന്റെ ശിക്ഷണകാലം. ആ ശിക്ഷണകാലം കഴിഞ്ഞ വിശ്വാസികൾക്ക് ശേഷവും മണ്ണിൽ ഈ നിയന്ത്രണം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ പോകുന്ന പാഠത്തെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു സൂറ അൽ ബഖറ 240 മുതൽ. ആ ഷാം ദേശത്ത്, അതായത് ഇന്നത്തെ ഗസയും ഫിലിസ്തീനുമുള്ള ആ ദേശത്ത് പോരാട്ടത്തിന്റെ നറുമണത്തിന്റെ ചുടുചോരയുടെ ഗന്ധം അവസാനിക്കാത്ത മണ്ണിൽ കല്ലിന്റെ പോരാട്ടം വികസിച്ചുകൊണ്ട് ഇപ്പോൾ ഐതിഹാസികമായ പോരാട്ടമായി തുടരുന്ന മണ്ണിൽ, ആ മണ്ണിലെ ചരിത്രം പഠിപ്പിക്കുക ഖുർആൻ സൂറ അൽ ബഖറ. അവിടെ അല്ലാഹുവിന്റെ പാഠം പറയുന്നുണ്ട്. എന്തെന്നാ പാഠം? നമ്മൾ റമദാനെ അനുസ്മരിച്ച ബദറിന്റെ പാഠത്തിന്റെ തനിയാവർത്തനത്തിന്റെ ഒരു ചരിത്രം. അങ്ങനെ ഒരു ബന്ധമുണ്ട് കേട്ടോ. റമദാൻ ഹിജ്റ 2-ാം വർഷത്തിലാ വ്രതാനുഷ്ഠാനം നിർബന്ധമായത്. ആദ്യമായി മുസ്ലിം സമൂഹം ഒരു മാസം മുഴുവൻ നിർബന്ധമായ നോമ്പെടുത്ത ഹിജ്റ 2-ാം വർഷത്തിലാണ്. അതേ ഹിജ്റ 2-ാം വർഷത്തിലാണ് യുദ്ധത്തിന് അനുമതി കൊടുത്തുകൊണ്ട് പോരാട്ടത്തിന്റെ ബദർ മൈതാനത്തേക്ക് അല്ലാഹു മുസ്ലിം സമൂഹത്തെ എത്തിച്ചതും. ഇത് രണ്ടും ചേർത്ത് പഠിക്കണം. രണ്ടും ചേർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കരുത്തിന്റെ പ്രചോദനദായകമായ വിശുദ്ധ ഖുർആനിന്റെ പാഠവും റമദാൻ നൽകുന്ന ചരിത്ര തിരിച്ചറിവും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സമരോത്സുകതയുടെ, പോരാട്ട വീരത്തിന്റെ, കരുത്തിന്റെ, ഉറച്ച വിശ്വാസദാർഢ്യത്തിന്റെ, ഉറച്ച തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ, ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാഥന്റെ മാർഗത്തിൽ ഏത് പ്രതിസന്ധി കാലഘട്ടം തുടരാൻ കഴിയുന്ന ഈ തിരിച്ചറിവുണ്ടല്ലോ, ആ പാഠത്തെ പഠിപ്പിക്കുക. അത് ബദർ പഠിപ്പിച്ചെങ്കിൽ അതാണ് ഇപ്പറഞ്ഞിട്ടും താലൂത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ ഏറ്റവും വലിയ യുദ്ധപ്രഭുവാകുന്ന ജാലൂത്തുമായി പൊരുതാൻ ബനു സമുദായം സൈനിക സന്നാഹത്തോടെ വലിയൊരു സൈന്യവുമായി പുറപ്പെട്ട പാഠം പഠിപ്പിക്കുന്നത് ഖുർആൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ജോർദാൻ നദിയുണ്ട്. അവിടെ ഇങ്ങനെയാണ് ചരിത്രം. അന്ന് ജോർദാൻ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് ഷാം ദേശം ജോർദാൻ നദി ഒഴുകുന്നില്ല, അതിന്റെ ഒഴുക്ക് നിന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ താലൂത്താകുന്ന സൈനിക നായകന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം മുസൽമാന്മാർ അടിവരായിട്ട് പഠിക്കണം. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം മരുപ്പറമ്പിലെ തീഷ്ണമായ തീവ്രമായ ചൂടിന്റെ ഘട്ടത്തിൽ ആ മരുപ്പറമ്പിലെ യാത്ര അവരെ എത്രമേൽ തളർത്തിയിട്ടുണ്ടാകുന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ തളർന്നു വന്ന ഒരു സൈന്യം ഈ പുഴയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കാലിലെ നാടി ഞരമ്പുകളിലൂടെ തലച്ചോറിലേക്ക് പ്രവഹിക്കുന്ന ആ വെള്ളത്തിന്റെ തണുപ്പിന്റെ, സുഖാനുഭൂതിയുടെ, അതുണ്ടാക്കുന്ന വല്ലാത്ത ഒരു കീഴ്പ്പെടുത്തലിന്റെ ആ ആവേഗങ്ങളുണ്ടല്ലോ, അതങ്ങ് തലച്ചോറിലേക്ക് അടിച്ചു കയറുമ്പോ ആ വെള്ളം കുടിക്കാൻ മാത്രമല്ല അതിൽ കടന്ന് ഉരുണ്ട് തണുപ്പിക്കാൻ
ശരീരം തണുപ്പിക്കാൻ അവർക്ക് സാധ്യമാകും, അതിനെ കഴിയും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ അവസ്ഥ. അവിടെയാണ് തമ്പുരാൻ ഇടപെട്ട് പറഞ്ഞത്, ഇന്നല്ലാഹു മുബ്തലീകും ബിനഹർ, ഈ പുഴ കൊണ്ട് അവർ നിങ്ങളെ പരീക്ഷിക്കാം. കുടിക്കാൻ പാടില്ലെന്ന്, അരുതെന്ന്. അതാണല്ലോ റമദാൻ, അരുതെന്ന്. അതുകൊണ്ട് കുടിക്കരുത്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ഇതെന്ന് കുടിച്ചവർ എന്റെ കൂടെ യോഗ്യരല്ല. ഫമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നി, കുടിക്കാതെ ഈ പുഴ മുറിച്ചു കടന്നവർ മാത്രമേ എന്റെ സൈനിക സംവിധാനത്തിൽ സേവനത്തിന് അർഹരാകൂ എന്നാണ്. ഇതൊരു പ്രവാചകനിലൂടെ ഒരു കാലത്തെ മുസ്ലിം സമുദായത്തെ പരീക്ഷണമാണ്. സഹോദരന്മാരെ, അവിടെ ഒരു പുഴയുണ്ട് കേട്ടോ. പുഴ മുറിച്ചങ്ങ് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഈ പുഴയിൽ ഇറങ്ങിയാൽ കുടിക്കാൻ പാടില്ലെന്ന്, കുടിക്കാത്തവർ മാത്രമേ എന്റെ കൂടെ പോരാവൂ എന്ന്. വേണമെങ്കിൽ കൈ കുടന്ന് കുടിക്കാം, ഒരു കൈകുമ്പിളിൽ കോരിയെടുത്ത് രുചിച്ചോ എന്ന്. അത് തന്നെ വലിയ പരീക്ഷണമാണെന്ന്. ഈ തീഷ്ണമായ മരുപ്പറമ്പിലെ യാത്രയിൽ ആകെ അവശരായി പോയൊരു കൂട്ടർ ഈ തണുത്ത പുഴയിലെ നറും വെള്ളം ഒരു കൈ കുടന്ന് കോരിയിട്ട് കുടിച്ചാൽ അവന് നിർത്താൻ കഴിയില്ല, അവൻ കുടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരെ അങ്ങേയറ്റം കടുത്ത പരീക്ഷണത്തിൽ നിർത്തിയിട്ട് തമ്പുരാൻ ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇവരങ്ങ് പുഴയിലേക്ക് ഇറങ്ങി. കുറച്ചു പേരുടെ എല്ലാവരും കുടിച്ചു. അങ്ങനെയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുണ്ട് നമ്മുടെ മുമ്പിൽ. ജോർദാൻ നദിയില്ല, പക്ഷെ ഇവിടെ ഒഴുകുന്ന ഒരു പുഴയുണ്ട്. ഭൗതികതയുടെ, പൈശാചികത, വൃത്തികേടിന്റെ, അനാശാസ്യത്തിന്റെ, അശ്ലീലത്തിന്റെ, അധർമ്മത്തിന്റെ, അക്രമത്തിന്റെ ഒരു വലിയ പുഴ ഒഴുകണമെങ്കിൽ ഈ മൈതാനം വിട്ട് പുറത്തിറങ്ങിയാൽ ആ പുഴയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് റമദാനിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ കെട്ടുകൊട്ടിയ പട്ടം പോലെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു സംഘം എല്ലാം മറന്നിട്ട് ആ പുഴയിലേക്ക് ഇറങ്ങി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഭൗതികതയുടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് കുടിക്കാതിരിക്കാൻ എത്ര പേർക്ക് കഴിയുമെന്ന ചോദ്യമാണ് സഹോദരന്മാരെ ആലങ്കാരികമായ ചോദ്യം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ കുറെ പേര് കുടിച്ചു. കുറച്ചു പേര് കുടിച്ചില്ല. കുടിച്ച ആളുകൾ കുടിച്ച് മതിവരുവോളം കുടിച്ച് വെള്ളത്തിൽ അമർന്നിരുന്ന് പിന്നെ അങ്ങ് അക്കരെ കയറിയപ്പോ അവര് പറഞ്ഞു ആ പ്രയോഗം അടിവരെ ഇടുക. നിങ്ങൾക്ക് പൊരുതി ജീവിക്കാൻ കെൽപ്പുണ്ടാവണം, നിങ്ങൾ തമ്പുരാന്റെ ഗ്രന്ഥത്തിന്റെ കൂടെ ഉണ്ടാവണം. നേരത്തെ ആ സഹോദരൻ പറഞ്ഞില്ലേ, അഹ്ലൽതുൽ ഹറാമ വ ഹറംതുൽ ഹറാം, അഹ്ലൽതുൽ ഹലാമ വ ഹലാല വ ഹറംതുൽ ഹറാം. അല്ലാഹ് അനുവദിച്ചത് മാത്രം അനുവദനീയമാക്കിയും അല്ലാഹ് വിലക്കിയത് വിലക്ക് ഞാൻ തുടരും എന്ന ഉറച്ച പ്രഖ്യാപനം ഉണ്ടായില്ലേ, ആ പ്രഖ്യാപനം നമുക്ക് സാധ്യമാകണം ഇവിടെ. അതുകൊണ്ട് ഇച്ഛാശക്തി ഇല്ലാതെ ഒരു കൂട്ടർ കൽപ്പനയെ അവഗണിച്ച് നന്നായിട്ട് കുടിച്ചവര് പറഞ്ഞു, നമുക്ക് ജാലൂത്തിനോടും സൈന്യത്തോടും പൊരുതാൻ കെൽപ്പില്ല കേട്ടോ. അവർ തളർന്നുപോയി, അവിടെ ഇരുന്നു. എന്നാൽ കുടിക്കാതിരുന്ന കുറച്ചു പേരുണ്ട്. ആ എണ്ണത്തെ പറ്റി മുഫസ്സിരീങ്ങൾ പറഞ്ഞത് 300-ൽ പരം. ബദറിലെ എണ്ണവും 300-ൽ പരം. അപ്പൊ ഈ 300-ൽ പരം എണ്ണത്തിനൊരു സാമ്യത ഉണ്ട് കേട്ടോ. അത്രയും അവര് പറഞ്ഞു, ഞങ്ങള് അള്ളാഹുവിന്റെ മാറി തുടരും. അവരെ കുറിച്ച് ഖുർആൻ കുടിക്കാത്തവരെന്നല്ല. അള്ളാനെ കണ്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞു. അള്ളാനെ കണ്ട് ഉറപ്പുണ്ടാവണം, അതാണ് നോമ്പ് കൊണ്ട് നേടേണ്ടത്. ആ ഉറപ്പിലാ തുടരേണ്ടത്. അപ്പൊ ഇവര് കുടിക്കാത്തവർ പറഞ്ഞു എന്ന് പറയാതെ അള്ളാഹ് ഒരു പ്രയോഗം നടത്തി, അർത്ഥവത്തായ പ്രയോഗം. തമ്പുരാനെ കണ്ടെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞു. എത്ര ചെറു സംഘങ്ങളാണ്, വലിയ വലിയ സംഘങ്ങളെ തമ്പുരാന്റെ അനുമതിയോടെ പരാജയപ്പെടുത്തുന്നു. ഈ കരുത്താണ് സഹോദരന്മാരെ, ഈ പറഞ്ഞ കരുത്ത് അത് കുടിച്ചവർക്ക് പറ്റിയില്ല. ഈ ഭൗതികതയിൽ നിന്ന് ആവോളം ആസ്വദിച്ചെടുത്തിട്ട് അങ്ങനെ ജീവിതത്തിന്റെ ഒരു പ്രാന്തത്തിൽ ആരാധനകളെ പ്രതിഷ്ഠിച്ച്, നികൃദ്വാകളെ പ്രതിഷ്ഠിച്ച്, അങ്ങനെ ഭാവത്തിലും വേഷഭൂഷ ഇസ്ലാമായി മാറിയിട്ട് ഉള്ളിൽ ചോർന്നു പോയ പൊങ്ങുതടികളുണ്ട് സമുദായത്തിനകത്ത്. പൊങ്ങുതടികൾ, ഈമാനിന്റെ കാമ്പും കഴമ്പും ചോർന്നു പോയവർ, ഉറക്കുത്തൻ കേരിച്ചതിൽ നിന്നിട്ട് ഇങ്ങനെ തടിമരത്തിന്റെ ബാഹ്യഭാര്യവും മാത്രം. അങ്ങനെ കുറെ മുസ്ലിം പേരുകാർ, അവർക്ക് കഴിയില്ല മണ്ണിൽ തുടരാൻ, അവർക്ക് പൊരുതി ജീവിക്കാൻ കഴിയില്ല, നാഥൻ അവരെ കൂടെ ഉണ്ടാവില്ല, പരലോകത്ത് അവർ സ്വർഗത്തിൽ അവകാശികളാവില്ല എന്ന് ഇത്ര പേർത്തും ചരിത്രം വിളിച്ച് പഠിപ്പിച്ച ഒരു ഗ്രന്ഥം വേറെയുണ്ടോ കൂട്ടരെ? ആ ഗ്രന്ഥമല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്? അതിന്റെ ഒടുവിലല്ലേ നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്? അതുകൊണ്ട് ഈ പാഠം മാത്രം മതി, ഈ ഒരൊറ്റ പാഠം മതി മുസ്ലിം സമുദായം എങ്ങനെയാണ് പുതിയ ഇന്ത്യൻ അവസ്ഥ തുടരേണ്ടത് പഠിപ്പിക്കാൻ.
ഈ കരുത്ത് ആർജിക്കണം. അതുകൊണ്ട് ഇക്കൂട്ടർ പറഞ്ഞു ഞങ്ങൾ പൊരുതാൻ തയ്യാറാ. അവർ നേരെ പോയി താലൂത്തിന്റെ കൂടെ പോയതിന് 314 18 വരുന്ന സംഘം മാത്രം. അങ്ങനെ ആ ചെറു സംഘം ആ വലിയ സൈനിക യുദ്ധ പ്രഭുത്വ സൈന്യത്തെ പരാജയപ്പെടുത്തി. ആ കൂട്ടത്തിൽ അല്ലാഹു ആ സൈനിക സംഘത്തിൽ ഒരു ടീനേജുകാരനുണ്ട്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് ടീനേജുകാരനാ. ആ ടീനേജുകാരന്റെ കവണയിൽ കൊരുത്ത കല്ല് അവരുടെ സൈനിക നായകനായ ജാലൂത്തിന്റെ മസ്തകം പിളർത്തി. ജാലൂത്ത് മരിച്ചു വീണപ്പോ സൈന്യം പരാജയപ്പെട്ടോടി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭൂമിക ഇസ്രായേൽ സമുദായത്തിന് സ്വന്തമായി. അവിടെ പൊരുതാനുള്ള കൂട്ടൽ കുറച്ചേ ഉള്ളൂ. അന്ന് തുടങ്ങിയത് ആ കല്ല് കൊണ്ടുള്ള പോരാട്ടം ഷാം ദേശത്ത്, പിന്നീട് തുടർന്നുകൊണ്ടിരിക്കുക. ആ കല്ല് ഇപ്പോൾ അതിനപ്പുറത്ത് സാധാരണ പൈപ്പിലെ വെടിമരുന്നായി മാറി. ഇപ്പൊ അതിനപ്പുറത്ത് അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ട് അയൺ റോമിനെ പരാജയപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തുടരുന്നെങ്കിൽ പോരാട്ടത്തിന്റെ വീര്യം മുസൽമാന്മാർക്ക് പഠിക്കാൻ തുറന്നു വെച്ച തഫ്സീറാണ് ഗസ എന്ന് കൂടി ഞാൻ അധികം പറയട്ടെ. ഇത് പറയാതെ പോയിട്ട് കാര്യമില്ല. മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ മറഞ്ഞു പോകാത്ത വിധം ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ പോരാട്ട വീര്യത്തിന് കരുത്ത് പകർന്ന വിശ്വാസം നമുക്ക് സാധ്യമാകുമോ എന്ന് ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങളോട് ചോദിക്കാം. ആ മരുപ്പറമ്പിന് സമാനമാക്കി മാറ്റിയ വീടുകൾ തകർക്കപ്പെട്ട റബിൾസിന്റെ മുമ്പിൽ, തകർന്ന വീടിന്റെ തന്റെ കുടുംബാംഗങ്ങൾ മൊത്തം നഷ്ടപ്പെട്ടു പോയ ഒരു ഘട്ടത്തിൽ അവശേഷിക്കുന്ന കുടുംബനാഥനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകളോട് അദ്ദേഹം പറയുന്ന വർത്തമാനം നമ്മൾ കേട്ടു. നിങ്ങൾ കരയരുത്, നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ മണ്ണിൽ ജീവിക്കേണ്ടവരാ. നമ്മൾ അള്ളാന്റെ മാർഗത്തിന്റെ സാക്ഷികളാവേണ്ടവരാ. അതുകൊണ്ട് നിങ്ങൾ കരയണ്ട. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന വർത്തമാനം നാടൻ മനുഷ്യനാണ് കേട്ടോ. നേരത്തെ ഒരു നാടനെ പരിചയപ്പെടുത്തില്ല. അതേപോലെ അദ്ദേഹം പറയുന്ന വർത്തമാനം എന്തെന്ന് വെച്ചാല് നെതന്യാഹു അമേരിക്ക വൽകുല്ലുൻ, നിന്റെ കൂടെ അമേരിക്കയും ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഞങ്ങളെ കൂടെ അള്ളയുണ്ട്, ഞങ്ങളെ കൂടെ അള്ളയുണ്ടെന്ന് പറയാനുള്ള കരുത്ത്, ഞങ്ങൾക്ക് അള്ള മതി, ഞങ്ങൾ എല്ലാവരും പറയാനുള്ള കരുത്ത്. ഈ ഒരു കരുത്ത് ആർജിക്കാൻ കഴിയും വിധം തമ്പുരാന്റെ ദീനോട് കൂറും ഇസ്ലാമിനോട് പ്രതിബദ്ധതയും മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യ വിഷയമായും കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ട് ഐക്യത്തോടെ മണ്ണിൽ തമ്പുരാന്റെ വിധിവിലക്ക് വലിയ തുടരാൻ കഴിയുമോ? അവര് പെരുന്നാൾ കൊണ്ട് നേടും, അവര് റമദാൻ കൊണ്ട് നേടും, അവർ കരുത്തോടെ തുടരും, അവരെ കൂടെ അള്ളയുണ്ടാകും. ഇതാണ് സഹോദരന്മാരെ ഖുർആൻ പഠിപ്പിക്കുന്ന 136 സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ മൂസായുടെ ചരിത്രം ഇത്രയേറെ ഖുർആനിൽ ഖത്മ തീർക്കുമ്പോൾ ഓതി വായിച്ചു പോയിട്ട് ഈ മർമ്മം അറിയാതെ പോയി എങ്കിൽ സഹോദരന്മാരെ നമ്മൾ അറിയണം, ഈ മർമ്മത്തെ കുറിച്ചുള്ള ഉറ്റാലോചനയും ചിന്തയും അധികമായി സംഭവിക്കേണ്ട കാലമാണ് ഈ കാലം. അത്തരം ഒരു അവസ്ഥയിലേക്ക് വളരാൻ കഴിഞ്ഞാൽ ഈ റമദാനും നോമ്പും പെരുന്നാളും ഇനിയുള്ള കാലവുമൊക്കെ നമ്മെ കരുത്തരാക്കും. സംഘപരിവാരത്തിന് ശേഷവും മുസ്ലിം സമുദായം തുടരും ഇന്ത്യയിൽ. സംഘപരിവാരത്തിന് ശേഷം മുസ്ലിം സമുദായം തുടരും ഇന്ത്യയിൽ. പക്ഷേ നമ്മൾ തയ്യാറാവണം. നമ്മൾ തയ്യാറുണ്ടോ? നാഥൻ കൂടെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തും. നമ്മുടെ കാലുകൾ പിടിച്ചു മാറ്റുന്ന ശ്രമങ്ങൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രരഹിതരാക്കപ്പെടാൻ പോകുന്ന, പൗരത്വരഹിതരാക്കപ്പെടാൻ പോകുന്ന, നിങ്ങളുടെ സിവിൽ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടാൻ പോകുന്ന, അങ്ങനെ നിങ്ങൾ രണ്ടാം കിട പൗരന്മാരായി ചീപ്പ് റേറ്റ് ലേബേഴ്സ് ആയിട്ട് ഇന്ത്യക്കകത്ത് അനുഭവിക്കണമെന്ന് തീരുമാനിച്ചൊരു കൂട്ടർ അവിടെ ശ്രമത്തിന്റെ ഒടുവിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് അള്ളാഹുവിനെ ചേർത്ത് നിർത്തി തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന് ഈ റമദാനും പെരുന്നാളും വളരെ കൃത്യമായിട്ട് നമ്മോട് പറയാം. തീരുമാനങ്ങൾ നമ്മുടേതാണ്. അതിന്റെ സുഖദുഃഖങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. തമ്പുരാന്റെ കൂടെയുണ്ടെങ്കിൽ കൂടെയുണ്ട്, തമ്പുരാൻ കൂടെയുണ്ട്. തമ്പുരാന്റെ കൂടെയില്ലെങ്കിൽ നിങ്ങൾ അലയേണ്ടി വരും, നിങ്ങൾ ഗതികടേണ്ടി വരും. മണ്ണിൽ മർദ്ദിതരായി ദുർബലരായി ജീവിക്കുന്ന ആളുകളെ അവരെ അംഗീകരിക്കാൻ, അവരെ അനുമോദിക്കാൻ, അവരെ അങ്ങേയറ്റം അനുഗ്രഹങ്ങൾ കൊണ്ട് കരുത്തരാക്കാൻ പറയാം. നിങ്ങൾ മർദ്ദിതരാണ്, ദുർബലരാണ്, നിങ്ങളെ അവരെ കരുത്തരാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അവരെ നമ്മൾ ജേതാക്കളും നേതാക്കളും
നേതാക്കളുമാക്കും. വൻജഅലഹുൽ വാരിസീൻ, ഈ ഭൂമി ശേഷം അവർ തന്നെ അനന്തരമെടുക്കും. അതുകൊണ്ട് ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നടക്കാൻ കുറുക്കുവഴികളില്ല. കുറുക്കുവഴികളെ പരിചയമുള്ള പലരും രംഗം വിട്ട് ഓടുന്ന കാലമാണ്. അതുകൊണ്ട് കൃത്യതയോടെ നാഥന്റെ കൂടെ നിൽക്കുക, നാഥന്റെ കൂടെയാവുക, നാഥന്റെ കൂടെ നിർത്തുക. കിതാബിന്റെയും സുന്നത്തിന്റെയും കള്ളികോളത്തിനകത്താവുക, കിതാബിന്റെയും സുന്നത്തിന്റെയും കള്ളികോളങ്ങൾക്കകത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കും പറയാൻ കഴിയണം. ആ സാധാരണക്കാരനായ സഹാബി പറഞ്ഞ പോലെ അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം, അല്ലാഹ് അനുവദിച്ചത് മാത്രം ഞാൻ അനുവദനീയമായി കൊണ്ടു നടക്കും, അല്ലാഹ് വിലക്കിയ ഒരു കാര്യവും ചെയ്യില്ല. അങ്ങനെ ഞാൻ മണ്ണിൽ തുടരും. അടുത്ത റമദാൻ മാസം വരെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമസ്കാരവും നോമ്പും ഒക്കെ നിർവഹിച്ച കർമ്മങ്ങളോട് അങ്ങ് തുടരും എങ്കിൽ സ്വർഗ്ഗ പ്രവേശനം സാധ്യമാകും. തമ്പുരാന്റെ പിന്തുണയും ആർജിക്കാൻ ഈ ഒരു സന്ദേശം നെഞ്ചേറ്റു വാങ്ങുക. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പെരുന്നാളിലെ എല്ലാ സന്തോഷങ്ങളും ഇസ്ലാമിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ശേഷമുള്ള കാലം തമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലൂന്നി ജീവിക്കാൻ അല്ലാഹു നമ്മെ കരുത്തരാക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാരെയും അവർ ജീവിക്കുന്ന ടെറിട്ടറിയിലായിരുന്നാലും ശരി നാഥൻ അവരെ സഹായിക്കുമാറാവട്ടെ. അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രു സംഘത്തെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ സംസ്കാരത്തെ മുറുകെ പിടിച്ച് പെരുന്നാൾ ദിനം ആഘോഷിക്കാനും തുറന്ന് ജീവിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ പിൻഗാമികളായ നമ്മുടെ യുവ സമൂഹത്തെ യുവതയെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൈയൊഴിഞ്ഞ് പുതിയ ചിന്താധാരകൾക്ക് വിധേയപ്പെട്ട് അങ്ങനെ കേവലം നമസ്കാരത്തിന്റെയും വേഷത്തിന്റെയും മൂടുപടം നിർത്തിയിട്ട് ഇസ്ലാമിനെ കളഞ്ഞു കുടിച്ച് മുന്നോട്ടുള്ള അവസ്ഥയിലേക്ക് സമുദായത്തിലെ വരും തലമുറ എത്തിപ്പെട്ട പശ്ചാത്തലത്തെ ഭീകരമായി കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ നോമ്പും പെരുന്നാളും നമുക്ക് കരുത്തരാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. آمين برحمتك يا أرحم الراحمين.